വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഫാനിന് മുകളിൽ എങ്ങനെ കുരുക്കിടാൻ കഴിയുമെന്നതാണ് പോലീസിനെ കുഴക്കുന്നത്. നേമം ശാന്തിവിള ശ്യാംലാൽ ലേഖ ദമ്പതികളുടെ മകളെയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാന്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. എന്തൊക്കെയാണ് ദുരൂഹതകളായി പോലീസ് കാണുന്നത്? രഞ്ജിത്ത്, ഇങ്ങനെയൊരു 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫാനിന് മുകളിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് ഈ കുരുക്കിടാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം. അതോടൊപ്പം തന്നെ മുട്ട പൊരിച്ച് തരണം എന്ന ആവശ്യം ഈ കുഞ്ഞ് അതിൻ്റെ മുത്തശ്ശിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ മുത്തശ്ശി ഈ മുട്ട പൊരിക്കുന്നതിന് വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. തിരികെ വരുന്ന സമയം കൊണ്ട് ഈ ഒരു കൃത്യം നടന്നിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയൊരു സംശയം ഉണരുന്നത്. അതായത് ഇത്രയധികം കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിക്ക് എങ്ങനെ ഈ ഫാനിന് മുകളിൽ കുരുക്കിടാൻ കഴിയും, അങ്ങനെ കുരുക്കിട്ട് ആ കുരുക്ക് മുറുക്കാൻ എങ്ങനെ കഴിയും, ഇതൊക്കെയാണ് പോലീസിനെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾ പോലീസ് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി, അതായത് ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരുമൊക്കെ മുറിക്കുള്ളിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്നതെ സംബന്ധിച്ച ഒരു വ്യക്തത പോലീസിന് കൈവരികയുള്ളൂ. നേമം പോലീസാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഈ അഹല്യയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ തന്നെ നടക്കും. ഈ കുടുംബാംഗങ്ങളിൽ നടക്കും, അതായത് ഇപ്പം അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് പോലീസിനും ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രീത്തിങ് ടൈം അവർക്ക് നൽകിയതിന് ശേഷമായിരിക്കാം ഈ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഈ വിശദാംശങ്ങൾ ചോദിച്ചറിയുക. ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ അമ്മയൊരു തയ്യൽ ജോലി ചെയ്യുന്ന യുവതിയാണ്. അവർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്തെവിടെയോ ഈ വസ്ത്രങ്ങൾ തയ്ച്ചത് കൊടുക്കാൻ പോയിരിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് അവിടെ എന്നതിനെ സംബന്ധിച്ചാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം 1.5 വയസ്സുള്ള ഈ ഇളയ കുട്ടിയെ സമീപത്ത് ഇരുത്തിയതിന് ശേഷമാണ് ഈ വല്യമ്മ അകത്തേക്ക് അടുക്കളയിലേക്ക് പോയത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർ കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ, ഈ മുറിക്കുള്ളിൽ കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ഷോൾ ഇങ്ങനെ ഒരു തമാശ രൂപേണ മുകളിൽ കുരുക്കിയതാണോ, അതിനിടയിൽ ഈ കുരുക്ക് മുറുകിയതാണോ, ഇങ്ങനെയൊരു സംശയം കൂടി പോലീസിനുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിനൊപ്പം വിശദമായി ഈ അന്വേഷണം, അതായത് ഈ മുറിക്കുള്ളിൽ പോലീസ് നടത്തിയ വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനകളുടെ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ സമയത്ത് ഈ കുട്ടിയുടെ അമ്മ മാത്രം ഉള്ളായിരുന്നോ വീട്ടിൽ? മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്ര ചെറിയ സമയം കൊണ്ട് സംഭവിക്കുക എന്നുള്ള ഇതിൻ്റെ ദുരൂഹത അത് മാറാൻ മറ്റാളുകളെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ. അതിന് നടപടികളാണോ പോലീസ്? ഇവർ വളരെ ഒരു സാധാരണ കുടുംബമാണ്. ആ ഒരു സമയത്ത് ഈ വല്യമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ വീടിൻ്റെ അതായത് വീട്ടിലെ മുൻവശത്തെ വാതിലിനോട് ചേർന്നാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറി. ആ മുറിയുടെ ജനൽ പുറത്തേക്ക് തുറന്നു കിടക്കുകയായിരുന്നു. അതായത് പുറത്തു നിന്ന് പോകുന്ന ആർക്കും ആ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ കഴിയും. കാരണം എപ്പോഴും ആ മുറിയുടെ ജനൽ അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുകൂടിയുള്ള ഒരു വീടായതിനാൽ ഏതെങ്കിലും തരത്തിൽ അപ്പുറത്തോ ഇപ്പുറത്തേക്കോ മാറിയാൽ ഈ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പുറത്തു നിന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ ജനൽ എപ്പോഴും തുറന്നു തന്നെയാണ് ഇടാറ്. ഇന്നലെയും അങ്ങനെ തന്നെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ പുറത്തു നിന്ന് ആരും അകത്തേക്ക് കയറാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. പക്ഷേ മുറി ചവിട്ടി തുറന്നാണോ ആദ്യം ഈ കുഞ്ഞിനെ ഇങ്ങനെ കണ്ട് രക്ഷപ്പെടുത്താനായി അകത്തേക്ക് ആളുകൾ കയറിയത്, അതോ അതിനപ്പുറത്തേക്ക് മുറി തുറന്നു തന്നെ കിടക്കുകയായിരുന്നു? ഈ കാര്യത്തിലൊരു വ്യക്തത കൈവരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മാതാപിതാക്കളിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഈ അച്ഛനും അമ്മയും ഉള്ളത്. അതുകൊണ്ടാണ് സാവകാശം നൽകിയതിന് ശേഷം മാത്രം വിശദമായി അവരിൽ നിന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് പോലീസും എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമാണ്. മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ മാനസിക നില, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, വേദന ഉളവാക്കുന്നതാണ്. പക്ഷേ പോലീസിന് കൃത്യമായി തന്നെ അന്വേഷണ വഴികളിലേക്ക് എത്തേണ്ടതുണ്ട്.
ഇതിനകം തന്നെ പ്രാഥമികമായി എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് കാണുമല്ലോ ഡാൻ. അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, പ്രദേശവാസികളിൽ നിന്നടക്കം, അതായത് സമീപത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. അയൽവാസികൾക്ക് സുപരിചിതയെന്ന്, അതായത് എപ്പോഴും അവരോട് സംസാരിച്ച് പുറത്ത് എപ്പോൾ ഇറങ്ങിയാലും പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് ഇടപഴകിയിരുന്ന ഒരു പ്രകൃതമായിരുന്നു ഈ അഹല്യയ്ക്ക്. അങ്ങനെ ഒരു അടുപ്പം സമീപത്തുള്ള എല്ലാവരോടും കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരുമിച്ച് ഒരേ സ്കൂളിലേക്ക് പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ അതിന് സമീപത്തൊക്കെയുണ്ട്. അവരൊക്കെയായി, അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് തലേ ദിവസം വൈകുന്നേരവും ഈ അഹല്യയുമായി കാണുകയും സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇന്നലെ നമ്മളോട് വേദനയോടെ ഈ കുഞ്ഞിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം പഠനത്തിൽ സമർത്ഥയായിരുന്നു ഈ കുട്ടി. അവൾക്ക് ലഭിച്ച പഠനത്തിലെ മികവിനും പാഠ്യേതര വിഷയങ്ങളിലെ മികവിനുമൊക്കെ ലഭിച്ച ട്രോഫികൾ, പുരസ്കാരങ്ങളൊക്കെ ഈ വീടിൻ്റെ പ്രധാന വാതിലിനോട് ചേർന്ന് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു കുട്ടി ഇങ്ങനെയൊരു കൃത്യത്തിന് വേണ്ടി തയ്യാറാകുമോ? അതായത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെയൊരു കൃത്യം നടന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ മുട്ട പൊരിക്കാനായി അടുക്കളയിലേക്ക് പോകുകയാണ് എന്നാണ് ഈ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ മുട്ട പൊരിച്ച് തിരിച്ചു വരുന്ന ഒരു 5-10 മിനിറ്റിനകത്ത് ഈ ഒരു കൊച്ചുകുട്ടിക്ക് എങ്ങനെ ഈ ഫാനിന് മുകളിൽ, സീലിങ്ങിലെ ഫാനിന് മുകളിൽ ഇങ്ങനെ ഇത്രയും കൃത്യമായി കുരുക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ സംശയം. അവിടെ ഈ കുരുക്ക് മുറിച്ച് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകളൊക്കെ പറഞ്ഞത് ഒരു കെട്ടായിരുന്നു. അത്തരത്തിൽ എങ്ങനെ ഒരു കൊച്ചിന് കെട്ടാൻ കഴിയുമെന്നതാണ് അതിലൊരു സംശയമെന്നാണ്. പക്ഷേ മറ്റ് തരത്തിലുള്ള അസ്വാഭാവികതകളിലേക്കൊന്നും സംശയങ്ങൾക്കൊന്നും ഇടവെക്കുന്ന തെളിവുകൾ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇപ്പോഴും ഉള്ള ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നേമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അമ്മ വഴക്ക് പറഞ്ഞതിന് കുട്ടി ജീവനൊടുക്കിയതാണോ അതോ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ പോലീസിനുണ്ട്. ഏതായാലും അഹല്യ എന്ന 9 വയസ്സുകാരി മിടുക്കിയായിരുന്ന കുട്ടിക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത്.